നമസ്കാരം. 1350 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളോടുകൂടെ പണി കഴിപ്പിച്ചിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് മൈ ബെറ്റർ ഹോമിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ കിളിമാനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രിയദർശിനി എന്ന് പറയുന്ന ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് കാണാം ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ വിശേഷങ്ങൾ, A to Z കാര്യങ്ങൾ എങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ഹോം ടൂർ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളൊരു വീട് വെച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ വീട് വെക്കാനൊരു പ്ലാനുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യേണ്ട ഒരു ചാനലാണ് മൈ ബെറ്റർ ഹോം. വീടുമായിട്ട് ബന്ധപ്പെട്ട A to Z വിവരങ്ങളാണ് ഞങ്ങൾ ഈ ചാനലിലൂടെ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്. ഞങ്ങൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തുടങ്ങിയ മഴയാണ്. ഇപ്പോൾ സമയം 3 മണിയായിട്ട് മഴ ഇങ്ങനെ ചെറിയ രീതിയിൽ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കരുതിയ മഴയുടെ ആംബിയൻസോട് കൂടെ തന്നെ ഈ വീഡിയോ നമുക്ക് ഫീച്ചർ ചെയ്യാം എന്നുള്ളത്. ഈ വീടിൻ്റെ പ്ലാന്, കൺസ്ട്രക്ഷൻ, ഇൻറ്റീരിയറൊക്കെ ചെയ്തിരിക്കുന്നത് സുരേഷ് ആൻഡ് അസോസിയേറ്റ്സ് എന്ന് പറയുന്ന സ്ഥാപനമാണ്. തിരുവനന്തപുരത്ത് കിളിമാനൂർ തന്നെയാണ് അവരുടെ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അവരെങ്ങനെയാണ് ഈ വീടിൻ്റെ എലവേഷനും ഇൻറ്റീരിയറും ഒക്കെ ചെയ്തിരിക്കുന്നുള്ള കാര്യങ്ങൾ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. കോമ്പൗണ്ട് വാളിൽ നിന്ന് തന്നെ നമ്മൾ ആരംഭിക്കുകയാണെങ്കിൽ ഗേറ്റ് ചെയ്തിരിക്കുന്നത് GI പൈപ്പിലും മെറ്റൽ ഷീറ്റിലുമാണ്. ഒരു സിംഗിൾ ടോണാണ്, അതായത് ഒറ്റ കളറാണ് ഗേറ്റിന് നൽകിയിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു മോഡേൺ ഫീൽ ഗേറ്റിന് ലഭിക്കുന്നുണ്ട്. കാർത്തിക് ആൻഡ് പ്രിയ ദമ്പതികളുടെ വീടാണിത്. വീടിന് പേര് വെച്ചിരിക്കുന്നത് പ്രിയദർശിനി എന്നുള്ളതാണ്. കോമ്പൗണ്ട് വാളിൻ്റെ ഡിസൈനിൽ നിന്ന് തന്നെ ഈ വീടിൻ്റെ വ്യത്യസ്തതകൾ ആരംഭിക്കുകയാണ്. വളരെ ഭംഗിയുള്ളൊരു കോമ്പൗണ്ട് വാളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എന്നാൽ നമുക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ കൂടിയാണ്. ഇവിടെ ഈ ഭാഗത്ത് പ്ലാസ്റ്ററിങ്ങിൽ ഗ്രൂ വരുന്നൊരു മോഡലും ഈ ഭാഗം അല്പം അകത്തേക്ക് കുഴിഞ്ഞിട്ട് ഇവിടെ ടെക്സ്ചർ പെയിൻറ്റ് വരുന്ന രീതിയുമാണ് ചെയ്തിട്ടുള്ളത്. ഇതേ ടെക്സ്ചർ പെയിൻറ്റ് തന്നെയാണ് വീടിൻ്റെ എലവേഷനിലെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. മുകൾ ഭാഗത്തൊരു ബോർഡർ നൽകിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടൊരു സിമൻറ്റ് ബോർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ആക്ച്വലി ഫെറോ സിമൻറ്റ് ബോർഡുകളാണ്. ഈ ബോർഡുകൾ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ബോർഡറും ഇതേപോലെ ഒരു ഷെയ്ഡും ഇവിടെ ലഭിക്കുന്നുണ്ട്. മുറ്റത്ത് പോട്ടുകളെല്ലാം സിമൻറ്റ് പോട്ടുകളാണ് ഇതെല്ലാം വെച്ചിരിക്കുന്നത്. അതിനകത്ത് പ്ലാന്റുകളൊക്കെ നൽകിയിട്ടുണ്ട്. വലിയൊരു മുറ്റം തന്നെ ഈ ഒരു വീടിന് നൽകിയിട്ടുണ്ട്. മുറ്റത്ത് വിരിച്ചിരിക്കുന്നത് താന്തൂർ സ്റ്റോൺ ആണ്. താന്തൂർ സ്റ്റോൺ ആയതുകൊണ്ട് തന്നെ ഒരു ഗ്രീൻ ടച്ച് ലാൻഡ്സ്കേപ്പിൽ ലഭിക്കുന്നുണ്ട്. അതിനിടയിലൂടെ എല്ലാം ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് നൽകിയിരിക്കുന്നത്. മുറ്റത്തൊരു കിണർ വരുന്നുണ്ട് കേട്ടോ. ഒറ്റ നോട്ടത്തിൽ ഇത് കിണറാണെന്നുള്ള കാര്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയോ? ഇതിന് ചുറ്റും ഭംഗിയായിട്ട് ഇതേപോലെ ഒരു ആമ്പലും പ്ലാന്റുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കിണറാണ് എന്ന് നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ തന്നെ ഇതിൻ്റെ ആർക്കിടെക്റ്റുകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കിണറിൻ്റെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. മുറ്റത്ത് ആ കിണർ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. എനിക്ക് മൊത്തത്തിൽ ഈ വീടിൻ്റെ സംവിധാനങ്ങളെല്ലാം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വീടിൻ്റെ എലവേഷനിലേക്ക് വരികയാണെങ്കിൽ എക്സ്റ്റീരിയർ സൈഡ് മൊത്തം ടെക്സ്ചർ പെയിൻ്റ് ആണ് ചെയ്തിരിക്കുന്നത്. സെയിം ടോണിൽ വരുന്ന വാട്ടർ പ്രൂഫ് പുട്ടി ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള റഫ് ഫിനിഷിൽ വരുന്ന ടെക്സ്ചർ പെയിൻ്റ് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. വീടിന് ചുറ്റും സെയിം ടെക്സ്ചർ ഫിനിഷ് തന്നെ ചെയ്തുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട്. ഏറ്റവും മുകളിൽ ഒരു ലൈൻ ബോർഡർ ആയിട്ട് വൈറ്റ് ബോർഡർ ഇങ്ങനെ കടന്നു പോകുന്ന കാണാം. ആ ബോർഡർ പാരപ്പറ്റിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും. പാരപ്പറ്റിൽ നിന്നും 1 ഇഞ്ച് പുറത്തോട്ട് ചാടിച്ചിട്ടാണ് ആ ബോർഡർ നൽകിയിരിക്കുന്നത്. അതിന് വൈറ്റ് കളറാണ് കൊടുത്തിരിക്കുന്നത്. സിമെൻറ്റ് ബോർഡ് ഉപയോഗിച്ച് തന്നെയാണ് ആ ബോർഡർ നൽകിയിരിക്കുന്നത്. അങ്ങനെ ഒരു ബോർഡർ വന്നതുകൊണ്ട് എസ്തെറ്റിക്കലി നല്ല ഭംഗിയാണ്. മാത്രമല്ല വെള്ളം ഭിത്തിയിലൂടെ ഒലിച്ചിറങ്ങാതെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഈ ബോർഡർ സഹായിക്കുന്നുണ്ട്. വീടിൻ്റെ സിറ്റൗട്ടിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ L ഷേപ്പിലുള്ള ഒരു സിറ്റൗട്ടാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെ ഒരു കോർട്ട്യാർഡ് സ്പേസും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോർട്ട്യാർഡ് സ്പേസ് ഓപ്പൺ കോർട്ട്യാർഡാണ്. അതായത് മഴ പെയ്യുന്ന സമയത്ത് വെള്ളം ഈ ഭാഗത്തേക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നാച്ചുറൽ ഗ്രാസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അവിടെ ഒരു പ്ലാന്റ് നൽകിയിട്ടുണ്ട്. അതിന് ചുറ്റും പെബിൾസും ഒക്കെ നൽകി നല്ല ഭംഗിയാക്കി വെച്ചിരിക്കുന്നു. സിറ്റൗട്ടിൻ്റെ ഡിസൈനിലേക്ക് വരാം. ലെങ്തി ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് നൽകിയിട്ടുള്ളത്. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ ഒരു മാറ്റ് ഇങ്ങനെ വിരിച്ചിരിക്കുന്നു. നേരെ സിറ്റൗട്ടിലേക്ക് കടന്നു വരികയാണെങ്കിൽ 1.5 മീറ്ററാണ് സിറ്റൗട്ടിന് ഇവിടെ വീതി വരുന്നത്. അതിങ്ങനെ L ഷേപ്പായിട്ട് പോകുന്നു. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു ഊഞ്ഞാൽ നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്ത് ഇരിക്കാൻ വേണ്ടിയിട്ടൊരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആയിട്ട് ബെഞ്ചാണ് നൽകിയിരിക്കുന്നത്. ഫ്ലോറിങ് നൽകിയിരിക്കുന്നത് ടൈലാണ്. വൈറ്റ് കളറിലുള്ള ടൈലാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എലവേഷനിൽ കാണുന്ന സമയത്ത് ഒരു ന്യൂട്രൽ ആംബിയൻസ് ആണ് മൊത്തത്തിൽ ഈ വീടിൻ്റെ കളർ തീമിന് ലഭിക്കുന്നത്. വിൻഡോസ് എല്ലാം ചെയ്തിരിക്കുന്നത് വൈറ്റ് കളറിൽ തന്നെയാണ്. സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ് വിൻഡോസിനൊക്കെ നൽകിയിട്ടുള്ളത്. ഇത് മരം കൊണ്ട് നിർമ്മിച്ചിട്ട്
പിന്നീട് വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ടാണ് ഈ വെള്ള കളറിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഫ്രണ്ട് ഡോറിൻ്റെ ഡിസൈൻ നോക്കൂ, ഒരുപാട് ആഡംബരങ്ങളൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ടുള്ള വൈറ്റ് കളറിൽ പെയിൻറ് ചെയ്തിരിക്കുന്ന ഒരു ഫ്രണ്ട് ഡോറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പ്ലാവാണ് ഈ വീട്ടിൽ മരമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്രെയിം ആയാലും ഡോർ ആയാലും എല്ലാം പ്ലാവ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഊഞ്ഞാലിൻ്റെ സ്പേസിലേക്ക് വരികയാണെങ്കിൽ നല്ലൊരു ആംബിയൻസ് ആട്ടോ ഇവിടെ ഇരിക്കുന്ന സമയത്ത്. നമ്മുടെ കുഞ്ഞുങ്ങളായിട്ട് ഫ്രീ ടൈമിൽ വന്നിരിക്കാൻ അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ വരുന്ന സമയത്ത് വന്നിരുന്ന് സംസാരിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. മാത്രമല്ല തൊട്ടടുത്ത് തന്നെ കോർട്ട്യാർഡ് സ്പേസ് ഉണ്ട്. ഇതേപോലെ മഴയൊക്കെ പെയ്യുന്ന സമയത്താണെങ്കിൽ ആ ഒരു വൈബുള്ള ആളുകൾക്ക് ആ ഒരു ഫീല് ലഭിക്കുന്ന തരത്തിൽ 100% സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന ഒരു ഏരിയ ആയിട്ടാണ് ഈ ഒരു ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം വീടിൻ്റെ ഇൻറ്റീരിയർ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം. സിറ്റ് ഔട്ടിൽ നിന്നും നേരെ കയറി വരുന്നത് വിശാലമായിട്ടുള്ള ഒരു കോമൺ സ്പേസിലേക്കാണ്. അത് ഒരു പാർട്ടീഷൻ വാൾ ഉപയോഗിച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ വീടിൻ്റെ ലിവിങ് സ്പേസ് ആയിട്ടും ഇതിൻ്റെ ബാക്കിൽ വീടിൻ്റെ ഡൈനിങ് സ്പേസ് ആയിട്ടും തിരിച്ചിരിക്കുന്നു. ലിവിങ് സ്പേസിൻ്റെ സൈസ് പറയുകയാണെങ്കിൽ 3.6 മീറ്റർ ആണ് നീളം വരുന്നത്, 3.3 മീറ്റർ ആണ് ഇവിടെ വീതി വരുന്നത്. ബേസിക് ആയിട്ടുള്ള സൗകര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. 3 പേർക്ക് ഇരിക്കാവുന്നൊരു സോഫ സീറ്റർ ഇവിടെ നൽകിയിരിക്കുന്നു. 2 പേർക്ക് ഇരിക്കാവുന്നൊരു സോഫ സീറ്ററാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഭംഗിയുള്ള ഒരു കോഫി ടേബിൾ നൽകിയിരിക്കുന്നു. പാർട്ടീഷൻ വാളിൽ തന്നെയാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടാണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത്. ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ടത് ഈ ഭിത്തിയിൽ മുകളിൽ ഒരു ഗ്രൂ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ലിൻഡൽ ലെവലിലാണ് ഈ ഒരു ഗ്രൂ വന്നിരിക്കുന്നത്. ഭംഗിക്ക് വേണ്ടിയിട്ട് ഗ്രൂവിൻ്റെ മുകൾ ഭാഗത്തും താഴ് ഭാഗത്തും ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടേക്ക് വരുന്ന സമയത്ത് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്, മുകളിൽ വൈറ്റ് ഷെയ്ഡുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത്തരം ഗ്രൂവുകൾ കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം പല വീട്ടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ലിൻഡലിൻ്റെയും ബ്രിക്ക് വാളിൻ്റെയും ഇടയിൽ തെർമൽ എക്സ്പാൻഷൻ ക്രാക്കുകൾ എന്ന് പറഞ്ഞിട്ടൊരു ക്രാക്കുകൾ ഇങ്ങനെ വരുന്നത് കാണാൻ സാധിക്കും. ഇതേപോലെ ഗ്രൂവുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ വീട്ടിൽ അങ്ങനെയുള്ള ക്രാക്കുകൾ വരില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആർക്കിടെക്റ്റുകൾ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. ഡിസൈനോട് മാച്ച് ചെയ്തത് തന്നെ ഒരു ഗ്രൂ വീടിന് ചുറ്റും ഇവിടെ നൽകിയിട്ടുണ്ട്. ഡൈനിങ് സ്പേസിലേക്ക് വരികയാണെങ്കിൽ 6 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഡൈനിങ് ടേബിൾ സെറ്റാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ചെയർ നൽകിയിരിക്കുന്നു. 5x3 സൈസിൽ വരുന്ന ഒരു ഡൈനിങ് ടേബിൾ നൽകിയിട്ടുണ്ട്. ഡൈനിങ് സ്പേസിൻ്റെ സൈസ് പറയുകയാണെങ്കിൽ ഇവിടെ വരെ 5.1 മീറ്റർ ആണ് നീളം വരുന്നത്, 3.3 മീറ്റർ ആണ് വീതി വരുന്നത്. അത്യാവശ്യം സൗകര്യങ്ങൾ ആ ഒരു സൈസ് നൽകുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്നു. നടക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ഡൈനിങ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് കോർട്ട്യാർഡ് നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു പോണ്ട് വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതിൽ മീനുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഡെക്ക് നൽകിയിട്ട് അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് നൽകിയിട്ടുള്ളത്. മുകളിൽ റൂഫിങ്ങിൽ പർഗോളുകൾ നൽകിയിട്ട് നാച്ചുറൽ സൺലൈറ്റ് വീടിനകത്തേക്ക് വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ഇൻറ്റീരിയർ വർക്കുകൾ കയറ്റാതെയും വീട് മനോഹരമാക്കി തീർക്കാൻ സാധിക്കും എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ വീട്ടിൽ ചെയ്തിരിക്കുന്ന ഇൻറ്റീരിയർ. ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള സീലിംഗ് പാറ്റേണുകളോ അല്ലെങ്കിൽ ഒരുപാട് പ്ലൈവുഡ് പാർട്ടീഷനുകളോ പാനലിങ്ങുകളോ ഒന്നും കാണാൻ സാധിക്കില്ല. വളരെ മിനിമലായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിനോട് ചേർന്ന് തന്നെയാണ് വാഷ് ബേസിൻ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു ഭാഗം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് സ്ലാബാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു മിറർ നൽകിയിരിക്കുന്നു, അതിൽ മിറർ ലാമ്പ് വെച്ചിരിക്കുന്നു. വിട്രിഫൈഡ് ടൈലാണ് അതിൻ്റെ ബാക്കിൽ യൂസ് ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷിൽ വരുന്ന വിട്രിഫൈഡ് ടൈൽ യൂസ് ചെയ്തിരിക്കുന്നു. വാനിറ്റി കൗണ്ടർ 3 ഡോറുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡ് PU പെയിൻ്റ് അടിച്ചിട്ടാണ് ഈ ഒരു ഫിനിഷിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഭാഗത്താണ് വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഭംഗിയുള്ള ഓപ്പൺ ആയിട്ടുള്ള വീടായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. വളരെ ചെറിയൊരു ഏരിയയിലാണ് വീട് വെച്ചിരിക്കുന്നതെങ്കിലും നല്ല ഭംഗിയിൽ തന്നെ ഓരോ ഭാഗവും അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഓരോ സ്പേസ് തമ്മിൽ മറ്റൊരു സ്പേസുമായിട്ട് വലിയ രീതിയിലുള്ള ഐസൊലേറ്റ് ചെയ്യാതെ മാറ്റി നിർത്താതെ എല്ലാം തമ്മിൽ കണക്ഷൻ കിട്ടുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. കിച്ചൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഈ ഭാഗത്ത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. 2 ഹൈ ടേബിളുകൾ അതിനോട് ചേർത്ത് നൽകിയിരിക്കുന്നു. വാളിലെല്ലാം ഇതേപോലെ ഡെക്കറേറ്റീവ് ഐറ്റംസ് ആണ് വെച്ചിരിക്കുന്നത്. വാളെല്ലാം റോ ഫിനിഷ് ആയിട്ട് തന്നെ വെച്ചിരിക്കുകയാണ്. പുട്ടി ചെയ്തിട്ട് അങ്ങനെ ആ ഒരു രീതിയിലൊന്നും എക്സ്പെൻസുകളൊന്നും അധികം കയറ്റിയിട്ടില്ല. റോ ഫിനിഷ് ആയിട്ട് തന്നെ ഭംഗിയിൽ പെയിൻറ് ചെയ്ത് വെച്ചിരിക്കുന്നു. വാൾ ഡെക്കോർ ഐറ്റംസ് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ഭംഗി നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നു. കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിലേക്ക് വരികയാണെങ്കിൽ ഗ്രാനൈറ്റ് ആണ് കൗണ്ടർ ടോപ്പായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് എക്സ്പെൻസ് കുറഞ്ഞ രീതിയിൽ നല്ല ഈട് നിൽക്കുന്ന രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് മെറ്റീരിയലാണ് ഗ്രാനൈറ്റ്. അതുകൊണ്ട് ആ മെറ്റീരിയലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു സാധാരണക്കാരനായ വ്യക്തിക്ക് അയാളുടെ വീട്ടിലേക്ക്
പകർത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഐഡിയാസും ഒരുപക്ഷെ ഈ വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എടുക്കാൻ സാധിച്ചേക്കും. ഇവിടെ ക്യാബിനറ്റുകളെല്ലാം ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡിലാണ്. മൾട്ടിവുഡിൻ്റെ മുകളിൽ രണ്ടാമതൊരു ലാമിനേറ്റ് നൽകി, അതിൻ്റെ മുകളിൽ ലേബർ കോസ്റ്റ് ഒന്നും നൽകിയിട്ടില്ല. മൾട്ടിവുഡിൻ്റെ മുകളിൽ നേരെ PU പെയിൻ്റ് അടിച്ചിട്ടാണ് ഈ ഒരു ഫിനിഷിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പർ ക്യാബിനറ്റിലേക്ക് വരികയാണെങ്കിൽ മുകൾ ഭാഗത്തെല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല വിശാലമായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ഈ വീട്ടിൽ നൽകിയിട്ടുണ്ട്. കാരണം വീട്ടിൽ സെപ്പറേറ്റ് സ്റ്റോർ റൂമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഈ മുകൾ ഭാഗമാണ് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ചെയ്തിരിക്കുന്നത് പ്ലൈവുഡിലാണ്. പ്ലൈവുഡിൽ ഇതേപോലെ തന്നെ PU പെയിന്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രിഡ്ജ് വരുന്നത് ഈ ഭാഗത്താണ്. സിങ്ക് വരുന്നത് ഈ ഭാഗത്താണ്. ഹുഡ് ആൻഡ് ഹോബ് വരുന്നത് ഈ ഭാഗത്താണ്. ഈ വീട്ടിൽ 3 ബെഡ്റൂമുകളാണുള്ളത്. വളരെ മീഡിയം സൈസിൽ വരുന്ന ബെഡ്റൂമുകളാണെങ്കിലും ആവശ്യത്തിന് സൗകര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടാണ് ആ ബെഡ്റൂമുകളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കാം ബെഡ്റൂമുകൾ ഓരോന്നും എങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമാണ്. ഡൈനിങ് സ്പേസിനോട് ചേർന്ന് തന്നെ ഒരു പാസേജ് സ്പേസ് ഇവിടെ നൽകിയിരിക്കുന്നു. പാസേജ് ഏരിയയിൽ ഒരു സ്റ്റോറേജ് ഷെൽഫ് നൽകിയിരിക്കുന്നു. അതിൽ കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത്. ഡ്രസ്സൊക്കെ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്പേസ് ആണ് ഇത്. മാസ്റ്റർ ബെഡ്റൂമാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലും അയൺ ബോക്സിന് വേണ്ടി യൂസ് ചെയ്യാൻ എളുപ്പമുള്ളത് മാസ്റ്റർ ബെഡ്റൂമിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഗമായതുകൊണ്ട് ഇവിടെ സെറ്റ് ചെയ്തു. ഈ വീട്ടിൽ 2 പേര്, അതായത് ഹസ്ബൻഡും വൈഫും ഒക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പാകത്തിന് ഇവിടെയാണ് വാഷിംഗ് മെഷീൻ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഡ്രെയിനേജും കാര്യങ്ങളും എല്ലാം ഭിത്തിയിലൂടെ കൺസീൽഡ് ചെയ്തിട്ട് പുറത്തേക്ക് പ്ലംബിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. റൂമിനകത്ത് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്ന കാര്യം നമുക്കൊന്ന് കാണാം. ബെഡ്റൂമുകൾക്കെല്ലാം വൈറ്റ് ഡോറാണ് നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷിലാണ് ഡോർ എല്ലാം പെയിന്റ് ചെയ്തിരിക്കുന്നത്. എല്ലാ ഡോറിന് മുന്നിലും ഇതേപോലുള്ള ഡെക്കോർ ഐറ്റംസ് നൽകിയിട്ടുണ്ട്. വളരെ മീഡിയം സൈസിൽ വരുന്ന ഒരു റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 3.3 മീറ്റർ ആണ് റൂമിന് വീതി വരുന്നത്. 3.3 മീറ്റർ ഇതിന് നീളവും വരുന്നുണ്ട്. ലൈറ്റ് പിങ്ക് ആൻഡ് ബ്ലൂ ഷെയ്ഡാണ് കളർ തീമായിട്ട് ഈ ഒരു ബെഡ്റൂമിൽ യൂസ് ചെയ്തിട്ടുള്ളത്. കട്ടിൽ നൽകിയിരിക്കുന്നു. 2 ഭാഗത്തും സൈഡ് ടേബിൾ നൽകിയിരിക്കുന്നു. ഡബിൾ സൈസ് കട്ടിലാണ് ഈ ഒരു ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു വാർഡ്രോബ് വരുന്നുണ്ട്. ഇവിടെ 3 ഡോറ് വരുന്ന വാർഡ്രോബാണ് നൽകിയിരിക്കുന്നത്. കർട്ടനായിട്ട് നൽകിയിരിക്കുന്നതെല്ലാം സീബ്ര ബ്ലൈൻഡുകളാണ്. 2 ഭാഗത്തും ഓരോ സിംഗിൾ വിൻഡോസും, ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു 3 കള്ളി വിൻഡോയുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. എൻ്റെ ഇടത് ഭാഗത്ത് ഒരു മിറർ നൽകിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. ഇവിടെയാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത്. വിട്രിഫൈഡ് ടൈലാണ് ടോയ്ലറ്റിൽ യൂസ് ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷിൽ വരുന്ന ടൈലാണ് ടോയ്ലറ്റിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ കോർട്ട്യാർഡ് സ്പേസിനോട് ചേർന്ന് തന്നെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. അതാണ് ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂം. പേരൻസ് ബെഡ്റൂം ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇവിടെയും വൈറ്റ് കളറിലുള്ള ഡോറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വൈറ്റ് കളറിലുള്ള ഡോറ് കാണാനൊക്കെ നല്ല ഭംഗിയാണ്. പക്ഷേ ചെറിയ വികൃതികളായിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരുടെ കൈയും പിടിച്ചൊക്കെ ഇതിൽ പെട്ടെന്ന് അഴുക്കാവാനുള്ള ഒരു സാധ്യത കൂടെ ഉണ്ട്. അപ്പോൾ ക്ലീനിങ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ മാത്രം നമ്മൾ വൈറ്റ് ഡോർ ചെയ്താൽ മതി എന്നാട്ടോ ഞാൻ പറയുക. ഈ റൂമിലേക്ക് വരികയാണെങ്കിൽ ഒരു മീഡിയം സൈസ് വരുന്നൊരു ബെഡ്റൂമാണ്. 3.3 മീറ്റർ ആണ് ബെഡ്റൂമിന് നീളം വരുന്നത്. 3 മീറ്റർ ആണ് അതിന് വീതി വരുന്നത്. ഒരു ഡബിൾ സൈസ് ബെഡാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 2 സൈഡ് ടേബിളുകൾ നൽകിയിട്ടുണ്ട്. ബ്ലൈൻഡുകളെല്ലാം സീബ്ര ബ്ലൈൻഡുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ നല്ല ഭംഗിയുള്ള ഗ്രേ ഷെയ്ഡിൽ വരുന്ന സീബ്ര ബ്ലൈൻഡുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വാൾ പിക്ചേഴ്സ് നൽകിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. വാർഡ്രോബ് ഒക്കെ സെയിം നേരത്തെ നമ്മൾ കണ്ട അതേ റൂമിൽ കൊടുത്തിരിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള വാർഡ്രോബ്, എന്നാൽ തന്നെ നല്ല ഭംഗിയുള്ള വൃത്തിയുള്ള ഒരു വാർഡ്രോബ് നൽകിയിരിക്കുന്നു. ഇവിടേക്ക് വരുന്ന സമയത്ത് ഒരു മിറർ വാളിൽ നൽകിയിട്ടുണ്ട്. അതിൻ്റെ സ്റ്റോറേജ് യൂണിറ്റും അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. റൂമിൽ നൽകിയിരിക്കുന്ന ലൈറ്റിങ്ങുകളെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്തൊരു വാൾ ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഒരു ഡെക്കറേഷൻ ലൈറ്റ് ആയിട്ടാണ് ഈ ഒരു ലൈറ്റ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്ത് കൂടുതൽ വെളിച്ചം ലഭിക്കാൻ വേണ്ടിയിട്ട് ട്യൂബ് ലൈറ്റാണ് നൽകിയിട്ടുള്ളത്. ട്യൂബ് ലൈറ്റിൽ തന്നെ ന്യൂട്രൽ കളർ വരുന്ന തരത്തിലുള്ള ലൈറ്റാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. വാഷ് ബേസിൻ ഏരിയയോട് ചേർന്നാണ് ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് പറയുകയാണെങ്കിൽ 3.30 ഇതിന് വീതി വരുന്നത്. 3 മീറ്റർ ആണ് ഇതിന് നീളം വരുന്നത്. ബെഡിലേക്ക് വരികയാണെങ്കിൽ സെയിം ഡബിൾ സൈസ് ബെഡാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പാറ്റേണുകൾ, ഫർണിച്ചറിൻ്റെ പാറ്റേണുകളൊക്കെ ഒരു യൂണിഫോം പാറ്റേണുകൾ നൽകിയിരിക്കുന്നു. 2 സൈഡ് ടേബിളുകൾ 2 ഭാഗത്ത് നൽകിയിട്ടുണ്ട്. സീബ്ര ബ്ലൈൻഡ് തന്നെയാണ് ഈ റൂമിലും യൂസ് ചെയ്തിട്ടുള്ളത്. സെയിം വാർഡ്രോബ് പാറ്റേൺ ആണ്, സെയിം മിറർ പാറ്റേൺ ആണ് വരുന്നത്. ഈ ഭാഗത്താണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത്. വിട്രിഫൈഡ് ടൈലാണ് ഈ ഒരു ടോയ്ലറ്റിലും യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി വീടിൻ്റെ ഹൗസ് ഓണേഴ്സിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇദ്ദേഹമാണ് ഈ വീടിൻ്റെ ഹൗസ് ഓണർ, കാർത്തിക് അല്ലേ?
എത്ര കാലമായി വീട് വെച്ചിട്ട്? വീട് വെച്ചിട്ട് ഓഗസ്റ്റ് 17-നായിരുന്നു. ഒരു 3.5 മാസം 4 മാസം 3.5 മാസമായിട്ടുള്ളൂ അല്ലേ? ആരാണ് ഇതിൻ്റെ ആർക്കിടെക്ട്, ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഒക്കെ ചെയ്തത്? ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കൺസ്ട്രക്ഷൻ ഫുള്ള് സാറായിരുന്നു. സുരേഷ് ആൻഡ് അസോസിയേറ്റ്സ് കിളിമാനൂരാണ് സാറാണ് ചെയ്തത്. കിളിമാനൂർ തന്നെ അല്ലേ? പൊതുവെ എങ്ങനെയുണ്ട് അവരുടെ ഒരു വർക്കും നമ്മളോടുള്ള ഒരു അപ്രോച്ചും കാര്യങ്ങളും? തീർച്ചയായിട്ടും പക്ക പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലാണ് സാറിൻ്റെ എല്ലാ വർക്കും കാര്യങ്ങളും വരുന്നത്. അതിൻ്റെ പണിക്കാരായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ തികച്ചും പ്രൊഫഷണലാണ്. നമ്മുടെ ഒരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അതേ രീതിയിൽ തീർച്ചയായിട്ടും അതേ രീതിയിൽ തന്നെ സാർ ചെയ്തു തരും. നമുക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ സാർ അതും കൂടി പരിഗണിച്ചിട്ടാണ് ചെയ്തു തരുന്നത്. ഇപ്പോൾ പൊതുവെ എങ്ങനെ ഒരു വീടൊക്കെ വെക്കുന്ന സമയത്ത് വീട് വെച്ച ഒരാൾക്കാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണ്ടാവുന്നത്. അപ്പോൾ വീട് വെക്കുന്ന സമയത്ത് ഒരു നില വീട് വെക്കാം എന്നുള്ള ഒരു രീതിയിലേക്ക് എങ്ങനെയാണ് വന്നത്? ഒരു നില വീടായിരുന്നു ഞങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ, എനിക്കും വൈഫിനായാലും താല്പര്യം. അത് കുറച്ച് ഫാക്ടറുകളുണ്ട്. നമ്മുടെ കുട്ടികളുടെ സുരക്ഷിതത്വം മുകളിലത്തെ നിലയിലായി കഴിഞ്ഞാൽ അവർ വേറൊരു ലോകത്തോട്ട് മാറും. അത് തന്നെയാണ് പ്രധാനമായിട്ടും ഞങ്ങളെ ഒറ്റ നില വീട്ടിലോട്ട് കൊണ്ടുവന്നത്. അതിനുള്ള സാഹചര്യം. വീട് പണിതതിന് ശേഷം മൊത്തത്തിൽ ഹാപ്പിയാണോ വീട്? പൂർണ്ണമായിട്ടും തീർച്ചയായിട്ടും ഹാപ്പിയാണ്. ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ സന്തോഷം. നമ്മൾ അതിലോട്ട് പോയതിൽ വളരെ നല്ല ഭംഗിയുള്ള വീടാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. സോ ഈ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. വീഡിയോയിൽ പറഞ്ഞതുപോലെ സുരേഷ് ആൻഡ് അസോസിയേറ്റ്സ് എന്ന് പറയുന്ന സ്ഥാപനമാണ് ഈ വീടിൻ്റെ കൺസ്ട്രക്ഷനും ഇൻറ്റീരിയറും എല്ലാം ചെയ്തിരിക്കുന്നത്. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും ഓഫീസ് ലൊക്കേഷനും എല്ലാം ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നൽകുന്നുണ്ടാവും. പ്രൊഫഷണൽ സേവനങ്ങൾ ആവശ്യമുള്ള ആളുകൾക്ക് ആ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഈ വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇതേപോലത്തെ വീടാണ് നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിലൊക്കെ ഈ ഒരു സ്ഥാപനമായിട്ട് ബന്ധപ്പെടാം. പിന്നെ വീഡിയോ കാണുന്ന ആളുകളോട് പറയാനുള്ളത്, നമ്മൾ ഇതിലൂടെ പരിചയപ്പെടുത്തുന്നത് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആർക്കിടെക്റ്റുകളെയും എഞ്ചിനീയേഴ്സിനെയുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരൊരു വർക്ക് ചെയ്യുമ്പം പല ആളുകളും പല രീതിയിലായിരിക്കും. ചില ആളുകൾ സൗജന്യമായിട്ട് പ്ലാൻ ആവശ്യപ്പെടുന്നവരുണ്ടാവും. ആ രീതിയിൽ ദയവ് ചെയ്ത് നമ്മുടെ ആർക്കിടെക്റ്റുകളെയും എഞ്ചിനീയേഴ്സിനെയും ഒന്നും കോൺടാക്ട് ചെയ്യാതിരിക്കുക. പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു സർവീസാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് അവരുടേതായിട്ടുള്ള സ്റ്റാൻഡേർഡ് റേറ്റുകൾ എത്രയാണെന്ന് ചോദിച്ച് നോക്കിയിട്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യിക്കുക. അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റുകളായിട്ട് അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ.